ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. മത്തിയും മാങ്ങയും കൂടിയിട്ടുള്ള കറി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് മാങ്ങ തോലെല്ലാം കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 ചെറിയ ഉള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 1 കപ്പ് തേങ്ങ ചിരകിയത്. ഇനി തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് മത്തിയും മാങ്ങയും ഇട്ട് മുളക് പൊടി 2 ടീസ്പൂൺ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം അരച്ചു വെച്ച തേങ്ങ അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കറിക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് വേവിക്കാൻ വയ്ക്കണം. ഇപ്പോൾ കറി ഒരു തള വന്നതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. അപ്പോഴേക്കും ഗ്രേവി എല്ലാം തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുക്കണം. വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇനി 2 പച്ചമുളക് ഞാൻ നടുകീറി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നോക്കി നോക്കാം മീനും മാങ്ങയൊക്കെ വെന്തോന്ന്. മീനും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തു. ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട്. ഉപ്പില്ലേ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയും ചേർത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തുണ്ട്. ഇനി ഇതൊന്ന് കറിയിലേക്ക് ഒഴിക്കാം. പിന്നെ നടുക്കീറി വെച്ച പച്ചമുളക് ഇട്ട് ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കണം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ കറിയിലേക്ക് ഇതിൻ്റെ ഫ്ലേവർ എല്ലാം ഇറങ്ങും. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ മീൻ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.